ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി ഒരു നാടൻ കോവയ്ക്ക തോരൻ റെഡിയാക്കിയാലോ. അപ്പോൾ എങ്ങനെ ഇത് റെഡിയാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ കോവയ്ക്ക ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ കോവയ്ക്ക തോരനൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആവുമല്ലേ. ഞാനിവിടെ ഞാൻ വയ്ക്കുന്ന രീതിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. മുഴുവൻ കോവയ്ക്കയും നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചതും 2 പച്ചമുളക്, കുറച്ച് വേപ്പിലയും പിന്നെ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ല പോലെ ചൂടായി വന്ന ശേഷം നമ്മളിതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്ന ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്ക കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ ഇതുപോലെ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ തെളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഉറഞ്ഞ പോലെയും കുറച്ച് ഇതുപോലെ തെളിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കോവയ്ക്ക വെന്ത് വന്നാലും ഉടഞ്ഞു പോവില്ല. നമുക്ക് കടിക്കാൻ പറ്റണ ഒരു പരുവത്തിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അടി പിടിക്കാതെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ കോവയ്ക്ക പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി തേങ്ങ ഒന്ന് ചൂടായി വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി കോവയ്ക്ക തോരൻ ഞാൻ ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കാറ്. നിങ്ങളും ഇതുപോലെയാണോ ചെയ്തെടുക്കാറുള്ളത് എന്നൊന്ന് പറയണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.